ഹായ്. ഹായ്. എന്താ കുട്ടിയുടെ പേര്? കാതറിൻ. ഓ, ഞാൻ ലാലി. ഓക്കെ. എപ്പോഴും ഇവിടെയാണോ വരാറ്? നാട്ടിലുള്ളപ്പോൾ. ഓ, നൈസ്. എന്ത് പറ്റി കാതറിൻ? കാറ് പാർക്ക് ചെയ്തതിന്റെ ബാക്കിൽ വേറൊരു കാറിട്ട് ബ്ലോക്കായി. ഇപ്പൊ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അയ്യോടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ കാണാം. ഓക്കെ. അല്ലെങ്കിൽ കാതറിൻ കയറിക്കോളൂ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ചേച്ചി, ഞാനൊരു ടാക്സി വിളിച്ചോളാം. അല്ലെങ്കിൽ വേറെ കാർ അയക്കാൻ പറയും. അതിനൊക്കെ ഇനി കുറെ നേരം എടുക്കില്ലേ? കുട്ടി കയറിക്കോളൂ, വീൽ ഡ്രോപ്പ് ചെയ്യൂ. എന്റെ ബ്രദറാ. ഓ ഹായ്, ജോമോൻ. ഹായ്, ഐ എം കാതറിൻ. അയ്യോ, ഞാൻ മോക്ക് ബേബി ഫുഡ് വാങ്ങിക്കാൻ മറന്നുപോയി. നീ എന്നെ ഷാബാമോളിന്റെ അവിടെ ഒന്ന് വിട്ടേക്കോ. എന്നിട്ട് നീ കൊച്ചിനെ വിട്ടിട്ട് വന്നിട്ട് എന്നെ എടുത്താൽ മതി. ശരി ചേച്ചി. മോൾ വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇരുന്നോളൂ. വെറുതെ ജോമോനെ ഡ്രൈവറാക്കി കംപ്ലൈന്റ് വേണ്ടല്ലോ. ഓക്കെ. ശരി, ബൈ. 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 വാട്സ്ആപ്പ് ഐ തിങ്ക് വി ഹാവ് മെറ്റ് ബിഫോർ. പള്ളിയിൽ വെച്ചല്ലേ? ശ്രദ്ധിച്ചോന്ന് ഷുവറില്ലാത്തോണ്ടാ ഞാനൊന്നും പറയായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെയൊന്നുമില്ല, MBA കഴിഞ്ഞു ഇരിക്കുന്നു. വാട്ട് അബൌട്ട് യു? ഞങ്ങളുടെ ഫാമിലിയും ബിസിനസ്സിലാണ്. ഞാനിതുവരെ ഇൻവോൾവ് ആയിട്ടില്ല കേട്ടോ. പിന്നെ പോക്കറ്റ് മണിക്ക് കുറച്ച് ഇ-കൊമേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു തുടങ്ങി. കൊള്ളാലോ, ദാറ്റ്സ് നൈസ്. നിങ്ങളും ഇവിടുത്തെ വെൽ നോൺ ബിസിനസ് ഫാമിലി ആണല്ലോ. ആര് പറഞ്ഞു? ചേച്ചി പറഞ്ഞു. Anyway, nice to meet you. Nice to meet you too. Thank you so much. Welcome. Bye. Bye. ഓക്കെ, നൈസ്. അപ്പൊ ബാലോടാ, നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സിന്റെ ഫ്ലാറ്റുകളൊക്കെ ഒരേ ബ്ലോക്കിൽ തന്നെയാണ് കേട്ടോ. അതിനെന്താ പ്രയാസം? പിന്നെ അടുത്ത ആഴ്ച തന്നെ അക്കൗണ്ടിലേക്ക് അഡ്വാൻസ് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഓക്കെ. പിന്നെ വർക്കുകളൊക്കെ കൃത്യസമയത്ത് തന്നെ തീർക്കണം. എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചാലാണുള്ളതാ. അത് ഞങ്ങൾ ഏറ്റു. ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജ് പ്രോജക്റ്റ്. ഓക്കെ, ദെൻ സീ യു. ശരി ബാലോടാ, ബൈ. ഞാൻ കാരണം ഒറ്റയടിക്ക് 30 ഫ്ലാറ്റാ ബുക്കിംഗ് ആയത്. ഈ പ്രവാസി അസോസിയേഷനെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. പിന്നൊരു കാര്യം, എന്താ? വേണ്ട, അല്ലെങ്കിൽ തന്നെ അളിയന് 100 ടെൻഷനാ. ഞാൻ പറയില്ല. ഞാൻ പറയില്ല. പറയാനല്ലേ പറഞ്ഞത്? അല്ല, അളിയനല്ലേ ഇവരെയൊക്കെ കൊണ്ടുവന്നതിന് അളിയൻ എങ്ങനെയാ കമ്മീഷൻ കൊടുക്ക? അഥവാ കൊടുത്താൽ തന്നെ അളിയൻ വാങ്ങുന്നൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? സത്യം, ഈ ടെൻഷൻ കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കമ്മീഷൻ തന്ന അളിയൻ വാങ്ങുമല്ലോ. ആ ടെൻഷൻ മാറി. കമ്മീഷൻ വാങ്ങാത്തൊരു മുതല്. എന്താ പറഞ്ഞേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പനെ ജീൻസിനാ പോവാ? അതല്ല, ഈ കട ഞാൻ നിന്റെ പേരിൽ തുടങ്ങാൻ പോവാ. നിന്നെ ഇനി ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റില്ല. അപ്പൻ എന്റെ പേരിൽ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്റെ താല്പര്യം കൂടെ നോക്കണ്ടേ? എന്താ നിനക്കൊരു താല്പര്യ കുറവ്? ഇതെന്താ ന്യൂ ജനറേഷൻ അല്ലേ? പിന്നെ നിനക്കൊരു സഹായത്തിന് ടെക്സ്റ്റൈൽസിൽ നിന്ന് ടോണിയെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതല്ല, എന്റെ എക്സാംസ്, അതിന് ചില പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ കുറെ കണ്ടതാ. ഇനി മതി. വേണമെങ്കിൽ പരീക്ഷ എഴുതാൻ കോയമ്പത്തൂരിൽ നിന്ന് പോയിട്ട് വന്നു. ബാക്കി പഠിത്തമൊക്കെ ഇവിടെ. എന്തേ? ഒന്നുമില്ല. ടോണിയേട്ടാ, എന്തോ ഇവിടെ ഈ ലേഡീസ് ഐറ്റംസ് ഒന്നുമില്ലേ?
ജെൻസ് മാത്രം മതി എന്നാണ് അപ്പം പറഞ്ഞിരിക്കുന്നത്. ചാർജ് ഞാൻ പുറത്തു കൊണ്ട് വരും. അല്ല, ഈ ചെറിയ കുട്ടികളുടെ ഐറ്റംസ് എങ്കിലും വെക്കായിരുന്നു. അതെ, ഈ ചെറിയ കുട്ടികളുടെ കൂടെ ചെറിയ അമ്മമാരും കയറി വരും. അപ്പൊ നിന്റെ ബിസിനസ്സിലെ കോൺസെൻട്രേഷൻ പോകും. തൽക്കാലം ജെൻസ് മതി. മതി. ഹായ്. ഹായ്. ഡബിൾസ് കളിക്കാം. ഷുവർ. മിക്സഡ് ഡബിൾസ്. ഓക്കെ. ജോമോന് ടെന്നീസിൽ ആരെയാ ഇഷ്ടം? ടെന്നീസില് ആരെയാ കൂടുതൽ ഇഷ്ടം? ഒറ്റ സെക്കൻഡ്. ഓക്കെ. ഷോപ്പിൽ നിന്ന് എന്തൊരു മെസ്സേജ്. സോറി, ഇടയ്ക്ക് ഇങ്ങനെ ബിസിനസ് കാര്യങ്ങൾ കയറി വരും. ഓ. ടെന്നീസിൽ എനിക്ക് മറിയ ഷറപ്പോവ, സാനിയ മിർസ, ബ്രിട്ടന്റെ ലോറ റോബ്സൺ, പിന്നെ റൊമേനിയയുടെ സൊറാന ക്രിസ്റ്റി, റഷ്യയുടെ മറിയ കെർലിങ്കോ, ഇവരൊക്കെ നല്ല. ഈ ടെന്നീസ് കളിക്കുന്ന സകല പെമ്പിള്ളേരും ശരിക്കും ഹോട്ടാട്ടോ. പക്ഷെ അവരാരെങ്കിലും എന്നെ ഇതുപോലെ ഒരു കാപ്പിക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഓഹോ. സത്യം. പക്ഷെ കാതറിന് ഇപ്പോൾ ഒരു കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് എത്ര ആലോചിച്ചോട്ട് പിടിയും കിട്ടുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ കാതറിന് വിഷമാവും. എന്താ? അല്ലെങ്കിൽ വേണ്ട, വിഷമാവും. ഹേയ് കം ഓൺ, എന്താന്ന് പറയൂ. വേണ്ട, പ്ലീസ് പറയൂന്നേ. വേറൊന്നുമല്ല, യു ആർ സോ സുന്ദരി. കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞ കുട്ടിക്ക് വിഷമാവും. സോറി, വെരി സോറി. ഞാൻ വെറുതെ ഒരു നുണ പറഞ്ഞതല്ലേ, കാര്യമാക്കണ്ട. അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ല. Happy birthday to you. Happy birthday to you. Happy birthday, Appa. Happy birthday to you. നോയലെ വാ. അങ്കിളെ. 90, 90, 91, 92, 93. നീ എന്തായി ചെയ്യുന്നത്? അല്ല, അപ്പൻ എത്ര വയസ്സാന്നുണ്ടായിരുന്നു? നീ എങ്ങനെ എണ്ണണ്ട? ഇവൻ എന്തേ കാണിക്കുന്നേ? ഗുസ്തിക്ക് പോവാന്നാ തോന്നണേ. മതി, റെഡി. സിമ്പിൾ. ഓക്കെ, സിനിമ പേരാണ്. ഏയ്, പേര് മനസ്സിലായല്ലോ. ഇനി അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, ചുണ്ടനക്കാൻ പാടില്ല. ടാലൻസ് പോരട്ടെ. നീ നീയല്ലേ? താൻ തോന്നി. ഇത് ഗ്രൂപ്പ് കളിയാണ്. ഗ്രൂപ്പ് കളിക്ക് ഞാനില്ല. വെറുതെ എല്ലാവരും ഇവിടെ നല്ലൊരു ദിവസമായിട്ട് അവനെ വിഷമിപ്പിക്കാതെ. അങ്ങനെ നീ പറഞ്ഞു വേണ്ട. കൊടുക്ക് ചേച്ചി. അവരൊരു സത്യം പറഞ്ഞു വെച്ചാൽ നീ വിഷമിക്കണ്ട. പോടാ. മിസ്റ്റർ ഫ്രോഡ്, ഞാൻ പറയാം. മുടിയനായ പുത്രൻ. എല്ലാരും കൂടെ കളിച്ചാൽ ഈ ചെറുക്കന്റെ ഒരു കാര്യം, റെഡിമെയ്ഡ് കട തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ ഉത്തരവാദിത്തമായെന്ന് തോന്നുന്നു. അവന്റെ കാര്യത്തിൽ ഇനി ആരും വേവലാതിപ്പെടണ്ട. അവനായിരിക്കും ഈ കുടുംബത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാൻ പോകുന്നത്. അതാ അവ വല്ല ഓണം അപ്പുറം ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടാ. അതല്ലടോ,
അവൻ ഒരു പുളിങ്കൊമ്പി കയറി പിടിച്ചിട്ടുണ്ട്. അളിയൻ അറിഞ്ഞോ ആവോ? ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. നേരാണോ? പിന്നല്ലാണ്ട് ഞങ്ങളിൽ ചിലര് അണിയറ ശില്പികളായിട്ട് ഒരു കളി കളിക്കുന്നുണ്ട്. ഏതായാലും സംഗതി റെയിൽമ കയറിയിട്ടുണ്ട്. ഇനിയൊക്കെ നമ്മുടെ യോഗഭാഗ്യം. ഏതായാലും എന്റെ മക്കൾക്ക് അപ്പനോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. ഇന്നത്തെ ഈ പാർട്ടി മുഴുവൻ മക്കടെ വകയാ. എല്ലാത്തിനും കാശ് ചോദിക്കുന്ന പോലെ ഇതിനൊരൊറ്റ പൈസ എന്നോട് ചോദിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ ഇറക്കും മക്കളെ. നോക്കി കളിക്കണേ. ഞാനും വെട്ടും. അതെ, അപ്പന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ കാശ് മൊത്തം ചെലവാക്കിയ ഞാനാട്ടാ. അതിന് നീ കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ടുണ്ടാവുമല്ലോ. കൃത്യമായി കണക്ക് വെച്ചിട്ടുണ്ട്. ഇത്തവണ റെഡിമെയ്ഡ് ഷോപ്പ് ഇട്ട സ്ഥിതിക്ക് ജോമോന് ഷെയർ ഇടും. തൃശ്ശൂർ നസ്രാണികൾ പറയപ്പിക്കില്ലേ ചേച്ചി? ചിലവ് എത്ര വെച്ചാൽ പറ, ഞാൻ മൊത്തം കിട്ടേക്കാം. എന്റെ മോനെ അപ്പനെ അങ്ങനെ മൊത്തത്തിൽ സ്നേഹിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ അനുഭവിക്കണം. നീ കുറെ ഒറ്റയ്ക്ക് പൊട്ടിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആട്ടാ. അതുകൊണ്ട് നീ ഷെയർ ഇട്ടാൽ മാത്രം മതി. ഇറക്കിയ ഇനി ഇത് അപ്പന്റെ ചെവിയിൽ എത്തിച്ച കൊല്ലു ഞാൻ. കൊല്ലും. വാ. രാവുണ്ണി, ജോമോന്റെ കട ക്ലിക്കായി കേട്ടോ. കണ്ടില്ലേ തിരക്ക്? ആ കുറച്ചുകൂടി നേരത്തെ ചെയ്യണ്ടായിരുന്നു കേട്ടോ അതൊക്കെ. വാ ഒന്ന് ഇറങ്ങി നോക്കാം. ഒരു ഷർട്ട് കൊടുക്കാം. അവനൊരു പ്രോത്സാഹനമാണ്. ശരി. ആ അപ്പൊ ഓക്കെ. ആ ഇത് പാക്ക് ചെയ്തു. രാവുണ്ണി ഒരു ഷർട്ട് എടുത്തോളൂ. എനിക്ക് റെഡിമെയ്ഡ് ഒന്നും പറ്റണം. അപ്പൊ അടുത്ത ആഴ്ച രണ്ടുപേരും വരിക, അച്ഛനും അമ്മയായിട്ടും വരിക. ശരി, താങ്ക് യു. അത് 6114. ടോണി, ഇതിന്റെ ബില്ലിങ് വന്നേന് ഇപ്പൊ തന്നെ പേ ചെയ്തേക്കാം. മകനായാലും അപ്പനായാലും കണക്ക് കണക്കായിരിക്കണം. അയ്യോ സാർ ഇതിന് പേ ചെയ്യണ്ട. ഇത് സാറിന് എന്റെ വക ഒരു സമ്മാനമായിട്ടിരിക്കട്ടെ. അതെന്തിനാ ടോണി നിന്റെ വക? അല്ല, ഞാൻ കുറച്ചാൾ സാറിനോട് ജോലി ചെയ്തല്ലേ, അതുകൊണ്ട്. ജോമോനോടെ? ജോമോൻ ഇപ്പൊ വരാറില്ല. വരാറില്ലേ? ഒരു 15 ദിവസം മുമ്പ് ജോമോൻ ഈ കട എനിക്ക് വിറ്റു. നിനക്ക് വിക്കേ? എത്രക്കാ കച്ചവടം? 40 ലക്ഷം. 40 ലക്ഷത്തിനോ? കട തുടങ്ങാൻ 70 ലക്ഷത്തോളം ചെലവായത് നിനക്കറിയായിരുന്നില്ലേ ടോണി? 8 കൊല്ലം മുമ്പ് നീ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ നിന്റെ മുഖത്തൊരു സത്യം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാ നിന്നെ ഞാൻ ജോലിക്കെടുത്തത്. പക്ഷെ ഇപ്പോ അത് ജോമോൻ. കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് മുഖത്തേക്ക് നോക്കുമ്പോൾ നീ ഇങ്ങനെ പതറി നിൽക്കരുത് ടോണി. അവരുടെ വിശ്വാസം പോവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും നീ മിടുക്കന. നിന്റെ കച്ചവടം നന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. സർ നന്ദില്ലാത്ത തന്നെ. നിർത്ത്. സ്റ്റോപ്പ്. പാടം നികത്തി കൺസ്ട്രക്ഷൻ നടത്തിയതിന് ഹൈക്കോടതി സ്റ്റേ ഓർഡറാ. കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ ക്ലിയറൻസ് വാങ്ങിയിട്ടില്ല. അതിപ്പോ നമുക്കുമ്പളെ വർക്കുകളൊക്കെ തൽക്കാലം സ്റ്റക്കായിരുന്നല്ലേ ഉള്ളൂ. നമുക്ക് മേൽക്കോടതി പോന്നേ. അതൊന്നും പെട്ടെന്ന് നടക്കില്ല. വേണ്ട, പെട്ടെന്ന് നടക്കണ്ട, സാവധാനം നടക്കുമല്ലോ. അതുവരെ നമുക്കുമ്പളെ മറ്റുള്ള ബിസിനസ്സുകളായിട്ടാണ് മുന്നോട്ട് പോവാം. അല്ലാണ്ടെന്താ? കൺസ്ട്രക്ഷൻ നിന്നുപോയതല്ല എൻ്റെ ടെൻഷൻ. പിന്നെ അന്ന് ഡേവിഡിൻ്റെ ആ സ്ഥലം 15 ഏക്കർ കൂടി പെട്ടെന്ന് വാങ്ങേണ്ടി വന്നപ്പോൾ ഞാൻ ആ സ്വാമിയുടെ നിന്ന് കുറച്ച് കാശ് മറിച്ചിരുന്നു. അന്ന് സ്വാമി സഹായിച്ചു എന്ന് നീ എന്നോട് പറഞ്ഞിരുന്നു. സ്വാമി വെറുതെ സഹായിക്കൂ രാവുണ്ണി. പിന്നെ സ്വാമി പലിശയുടെ ആളാന്ന് എനിക്കറിയാം. പക്ഷേ പ്രോജക്റ്റിന്റെ പകുതിയിൽ കൂടുതൽ അഡ്വാൻസായി വിറ്റുപോയപ്പോൾ നീ പറയുന്ന എൻ്റെ ആ കോൺഫിഡൻസ് കുറച്ചധികം കൂടിപ്പോയി. ചെറിയൊരു സമയത്തേക്കുള്ള റോളിംഗ് അല്ലേ എന്ന് കരുതി സ്വാമി ചോദിച്ച കൊളാറ്ററൽ സെക്യൂരിറ്റി എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടാ സ്വാമി എനിക്ക് കാശ് തന്നു. ടെക്സ്റ്റൈൽസും ട്രാൻസ്പോർട്ട് കമ്പനിയും മറ്റു സ്ഥലങ്ങളും എന്തിന്, ഇരിക്കുന്ന വീടും കാറും അടക്കം എല്ലാം ഇപ്പൊ സ്വാമിയുടെ പേരില്ല. നീ എന്ത് പോക്കിത്തറി കാണിച്ചു പിടിച്ചിട്ടേ? ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ എന്നോടെങ്കിലും വാക്ക് ചോദിക്കാറില്ല എനിക്ക് അല്ലേ? നീ ഒരിക്കലും സമ്മതിക്കില്ലെന്നറിയായിരുന്നു. മക്കളോട് പോലും ഞാൻ ആലോചിച്ചില്ല. മാറല്ലേ പറഞ്ഞത്?
എവിടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. മനസ്സിലാക്ക്. എന്താണ് എന്തിനാ സാറേ വിൻസെന്റ് കൊണ്ടോണ്? ഫ്ലാറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് പണം വാങ്ങി ആളെ പറ്റിച്ച് ആക്ഷൻ എടുക്കട്ടെ. അതിന്റെ ഉടമസ്ഥന്റെ പേരിലല്ലേ ആക്ഷൻ എടുക്കുന്നുണ്ട്. ഞാൻ രാവുണ്ണി, ചെറുപറമ്പിൽ മാധവൻ മകൻ രാവുണ്ണി. ആ സ്ഥലം എന്റെ പേരില. ഞാൻ ആ പ്രൊജക്ടിന്റെ ഉടമസ്ഥൻ. ഇടാ ഓ ഈ അതിന്റെ കടലാസൊക്കെ ഒന്ന് സാറിന്റെ അടുത്ത് കാണിച്ചു കൊടുത്തേ. സാർ രാവുണ്ണി, നീ ധൈര്യമായിട്ടിരിക്കട. ഞാനകത്തായാലെന്താ, നീ പുറത്തു തന്നെ ഉണ്ടാവണം. നല്ല കാര്യങ്ങളൊക്കെ നടക്കും. ധൈര്യമായിട്ടിരിക്കും. പോവാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഉണരും മുമ്പ് വിളിക്കരുതെന്ന് ജോമൻ പറഞ്ഞിരുന്നു. അവനെവിടെ? പുറത്തേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാറ് ഫ്രഷ് ആയിക്കോളൂ, എന്നിട്ട് ജോമൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അക്ക. മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. അപ്പം നീ കസേരയിലോട്ട് നിരുന്നേ. ഇരിക്കപ്പ. ഈ മുസ്താഖ് ഞാൻ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവനീ കാണുന്ന പോലെ ഒന്നുമല്ല. ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA എടുത്തിട്ടുള്ള ആളാ. MBA ശരിക്കും പാസ്സായിരുന്നു കേട്ടോ. ഇപ്പം തിരുപ്പൂരിൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ബിസിനസ്സാണ്. അന്നാ ബൈക്കും കടയും വിറ്റ കാശുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. അതിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഈ കമ്പനിയിൽ പാർട്ട്ണറായി. TV-യിലും പത്രങ്ങളിലുമൊക്കെ പലതരം ദുരന്തങ്ങളുടെ വാർത്ത കാണുമ്പോൾ നമ്മൾ ദൈവത്തെ ശപിക്കും. ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, സുനാമി, എത്ര ആളുകൾ മരിച്ചു വീഴുന്നു. ഒരു ഭൂപ്രദേശം തന്നെ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവും. പക്ഷേ വീണ്ടും തുടങ്ങാൻ വേണ്ടി ഒരു പുൽക്കൊടി അങ്ങേര് ബാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലേടാ? മുഷ്താഖെ, ഞാനിവിടെ ഇരുന്നൊരു സിഗരറ്റ് വലിച്ചോട്ടെ? അയ്യോ, അതിനെന്താ? നമുക്കിനി എല്ലാം ശരിയാക്കണം അപ്പ. ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പൻ്റെ ജോമോൻ ഇനി മുടിയനായ പുത്രനായിരിക്കില്ല. നാളെ മുതൽ ഞാൻ കൃത്യമായ കമ്പനിയിൽ വരും, ഇവനൊരു സഹായമായിട്ട്. അല്ലാണോ മുസ്താഖെ? അതെ അതെ. അപ്പോൾ എനിക്കും ഒന്ന് റിലാക്സ് ചെയ്യാമല്ലോ. അപ്പ ഞാൻ ഇറങ്ങാണേ. നിക്ക്. ഇതെന്ത്? ഇനി മുതൽ ഹോട്ടൽ ഫുഡ് വേണ്ട. ഞാൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കാന്നല്ലേ. ഇനി മുതൽ എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഇന്നറിയും. നീ ആദ്യം കഴിച്ചു നോക്ക്. ശരി അപ്പ. ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ അകത്തുണ്ടോ? ക്ലയൻസ് ഒരുപാട് പേരുണ്ടല്ലോ പറയട്ടെ. എല്ലാവരും ഓർഡർ തരാൻ വന്നായിരിക്കും അല്ലേ? അവർ നമ്മുടെ ക്ലയൻ്റ് അല്ല സാർ, നമ്മൾ അവരുടെ ക്ലയൻറ്റാ. ഞാൻ വിളിക്കാം, സാറ് തന്നെ സംസാരിക്കും.
ഉക്കാർക്ക്. சார் நான் அட்லஸ் டூர்ஸ் அண்ட் ட்ராவல்ஸ் கம்பெனி மேனேஜர். முஸ்டாக் சார் ட்ராவல் பண்ண டோட்டல் டியூ 12 லட்சம் ஆயிடுச்சு சார். ஹாய் சார், நான் சுந்தரம் கார் ஃபினான்ஸ் மேனேஜர் சார். 3 மாசமா எங்களுக்கு இன்ஸ்டால்மெண்ட்ஸ் வரவே இல்லை சார். மெட்டீரியல் சப்ளை செஞ்சதுல உங்க கம்பெனியில் கொடுத்த செக் எல்லாம் பவுன்ஸ் ஆயிடுச்சு சார். சார் நான் என் பார்ட்னர்கிட்ட பேசி அடுத்த வாரத்துக்குள்ளே எல்லாம் செட்டில் பண்ணுறேன் சார். இப்போ நீங்கள் கொஞ்சம் போயிட்டு வாங்க. ഓർഡർ എടുക്കാനാണെന്നും പറഞ്ഞ് എപ്പോഴും വേൾഡ് ടൂറാണ് സാർ. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യും, സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും, വില കൂടെ കാറേ ഓടിക്കും. കമ്പനിയുടെ റിയൽ സിറ്റുവേഷനായി മാച്ച് ചെയ്യാത്ത ഇമാജിനറി വേൾഡാണ് പുള്ളിയുടെ ലൈഫ്. മൂപ്പരായിട്ട് കൊണ്ടുവന്ന കാശ് മുഴുവൻ പൊടിച്ചു കളഞ്ഞു. അപ്പോഴാ കുറേ കാശും കൊണ്ട് സാറിൻ്റെ വരവ്. ഐ ആം വെരി സോറി ടു സേ ദിസ് ഈസ് എ സിങ്കിങ് ഷിപ്പ്. ഈ കമ്പനിയിൽ നിന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് സാർ. എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുക, മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ജോലി നോക്കിയേ പറ്റൂ. സാറൊരു പാവാൻ തോന്നിയോണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ല, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. നീ കിടന്ന് മൂങ്ങി നിന്റെ തലമണ്ട ചവിട്ടി പൊട്ടിക്കും. അവസാനത്ത് പിടിവള്ളിയും കൈവിട്ട് പോയത് പാവപ്പുറം ഞാൻ എങ്ങനെ പറയാൻ കർത്താവേ. ആ വാ. എന്താണ് നിനക്കൊരു ക്ഷീണം? ഒന്നുമില്ല. ആ, ജീവിതത്തിൽ ആദ്യമായിട്ട് പണിയെടുക്കുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നീ കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും നല്ല ചൂട് പുട്ടും ഉഗ്രൻ ചിക്കൻ കറിയും റെഡി. അടിപൊളി. പണ്ട് പർച്ചേസിന് പോകുന്ന കാലത്ത് വാടക വീട്ടിൽ താമസിക്കുമ്പം നിന്റെ അമ്മച്ചി എഴുതി തന്നയക്കാറുള്ള ചില പാചകക്കുറിപ്പുകൾ പരീക്ഷിക്കും. അതിലൊരു ഐറ്റം ആയത് എങ്ങനെയുണ്ട്? എൻ്റെ അമ്മച്ചിയുടെ റെസിപ്പി അല്ലേ, നല്ല ടേസ്റ്റാ. അപ്പോൾ അപ്പം പുറത്തായോ? തിരക്കഥ അമ്മച്ചിയാണെങ്കിലും സംവിധാനം അപ്പൻ്റെ അല്ലേ, പൊളിച്ചു. തിരുപ്പൂര് നല്ല മലയാളി ഹോട്ടലൊന്നുമില്ല, ഒരു കൈ നോക്കിയാലോടാ. ഇനിയിപ്പോൾ അതിൻ്റെ കുറവും കൂടെ ഉള്ളൂ. ജോമോനെ, നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏയ്, ഇപ്പോൾ ഉള്ളതൊക്കെ നേരാക്കിയിട്ട് പോരെ അടുത്ത പരിപാടി നീ ഉദ്ദേശിച്ചുള്ളൂ. ഞാനിന്ന് ആൽഫിയെ വിളിച്ചിരുന്നു. ആളൊരു മൂരാച്ചിയാണെങ്കിലും കേസ് നടത്താനുള്ള പണം അവനും അവൻ്റെ അളിയന്മാരോട് ഒപ്പിക്കാമെന്ന് പറഞ്ഞു. രാവുണ്ണി ഇപ്പോഴും അകത്താണല്ലോ, അതുകൊണ്ട് നാളെ നീ തൃശ്ശൂർ വരെ ഒന്ന് പോകണം. ശരിയപ്പാ. നീ പറഞ്ഞതൊക്കെ മനസ്സിലായി. കേസിന് കാശ് മുടക്കാൻ സമ്മതിച്ചതേ അത് ഞങ്ങൾക്കൂടെ അനുഭവിക്കേണ്ട സ്വത്തായോണ്ട് തന്നെയാണ്. അല്ലാണ്ട് ആർത്തി മൂത്ത് ആരോടും ഒരു വാക്ക് പറയാതെ ഇരിക്കണ വീടും പണയപ്പെടുത്തി വലിയ കളി കളിക്കുമ്പോൾ അപ്പനോടെ വലിയ സിമ്പതി ഉണ്ടായിട്ടൊന്നും അല്ല. ഇന്നലെ ഞങ്ങൾ വക്കീലിൻ്റെ അടുത്ത് പോയിരുന്നു. പുള്ളിക്കാരൻ വക്കാലത്ത് ഏറ്റെടുത്തു. ഞങ്ങൾ അപ്പം തന്നെ അഡ്വാൻസ് കൊടുത്തു. ബാക്കി വരുന്ന കാശ് ഞങ്ങൾ തന്നെ പുള്ളിക്ക് നേരിട്ട് കൊടുത്തോളാം എന്ന് വെച്ചാൽ അപ്പം തന്ന കടയും പൂട്ടി സ്ഥലം വിട്ട നിന്നെ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന്. എന്നെ ആരും വിശ്വസിക്കേണ്ട, എനിക്കാരെയും കാശും വേണ്ട. പക്ഷെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുടെ ചങ്കും കരളും പഠിച്ചെടുക്കുന്നതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ അപ്പനോട് തന്നെ കാണിക്കണം ചേട്ടാ. എന്താടാ നീ പറഞ്ഞേ? നിന്നോട് ആരാ പറഞ്ഞ അപ്പനെ തമിഴ്നാട്ടിൽ കൊണ്ടിടാൻ? അതൊക്കെ കഴിഞ്ഞില്ലേ ചേച്ചി, ഇനി എന്താ വേണ്ടേന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടേ? നീ മിണ്ടാതിരിക്കാൻ. അപ്പനെ നീ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. മരിക്കുന്നവരെ ഞങ്ങൾ നോക്കിക്കോളാം അപ്പനെ. നീ നോക്കും ചേച്ചി, എനിക്കറിയാം. എന്നിട്ട് അപ്പം കഴിച്ച ഭക്ഷണത്തിൻ്റെയും വലിച്ച സിഗരറ്റിൻ്റെയും കണക്കൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി നീ ഷെയർ ചെയ്യിക്കും. അവസാനം കടക്കാർ വന്ന് അപ്പനൊരു ശല്യമാകുമ്പോൾ വല്ല ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിടും. എന്നിട്ട് അതിന് ചിലവായ കാശിന് ഷെയർ ഒന്ന് ചോദിക്കും. അവള് പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. അപ്പൻ ഇത്രയും നാൾ സമ്പാദിച്ചത് മുഴുവൻ അപ്പൻ തന്നെ നശിപ്പിച്ചില്ലേ? എല്ലാം നശിപ്പിച്ചല്ലോ ഡോക്ടർ അൽഫോൻസ്. നിന്റെ ഈ ഡോക്ടർ സ്റ്റേറ്റസും പെങ്ങന്മാരിയിരിക്കുന്ന വെൽ സെറ്റിൽ ഭർത്താക്കന്മാരൊക്കെ
അപ്പൻ്റെ സമ്പാദ്യങ്ങൾ തന്നെയാണ്. അതൊന്നും ഇപ്പോഴും നശിച്ചിട്ടില്ലല്ലോ. എനിക്ക് വേണ്ടി അപ്പൻ ചെലവാക്കിയത് മാത്രമേ വേസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പൻ്റെ മക്കളിൽ ഞാൻ മാത്രമേ വേസ്റ്റ് ആയിട്ടുള്ളൂ.